എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചെറിയൊരു വ്ളോഗുമായിട്ടാണ്. വ്ളോഗ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ കുറച്ച് സ്ഥലങ്ങളും ഒരു പള്ളിയൊക്കെയാണ് ഈ ഒരു വ്ളോഗിലൂടെ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഒരുപാട് പേര് ഇവിടുത്തെ സ്ഥലങ്ങൾ കാണണമെന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയക്കാറുണ്ട്. അപ്പോൾ നമ്മൾ താമസിക്കുന്നത് ഇപ്പോൾ സ്വീഡനിലാണ്. അപ്പോൾ ഇവിടുത്തെ കുറച്ച് കാഴ്ചകളാണ് ഈ ഒരു വ്ളോഗിലൂടെ നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ആദ്യം ഇവിടെ കാണിക്കുന്നത് ഗോതമ്പ് പാടമാണ്. അപ്പോൾ ഈ ഒരു സമയം ഇവിടെ ഇപ്പം സമ്മറാണ്, നല്ല ചൂടാണ്. അപ്പോൾ ഒരുപാട് ഗോതമ്പ് പാടങ്ങളുണ്ട്. അപ്പോൾ ഞങ്ങൾ താമസിക്കുന്നത് സ്വീഡനിലെ സൗത്തായിട്ടുള്ള മാൽമോ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ മാൽമോയിലാണ് സ്വീഡനിലേക്ക് വേണ്ട ഗോതമ്പ് മുഴുവനായിട്ടും ഉൽപ്പാദിക്കുന്നത്. അപ്പോൾ നമ്മൾ റോഡ് സൈഡിൽ മുഴുവനും 2 സൈഡിലായിട്ടും ഗോതമ്പ് പാടങ്ങളാണ്. അപ്പോൾ ഈ ഒരു പാടം ഞങ്ങൾ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയപ്പോൾ അവരുടെ തൊട്ടടുത്ത് ഉണ്ടായിരുന്ന ഒരു പാടമാണ്. അപ്പോൾ നമ്മൾ വളരെ അടുത്ത് തന്നെ ഗോതമ്പ് കാണാനായിട്ട് സാധിച്ചു. അപ്പോൾ വളരെ പെട്ടെന്നാണ് ഇത് വളർന്ന് മഞ്ഞിച്ച് പെട്ടെന്നാണ് ഇത് കൊയ്യാറാവുന്നത്. അപ്പോൾ വെറും 3 മാസം മതിയാകും. അപ്പോൾ നല്ല രസമാണ് നോക്കത്താ ദൂരത്ത് ഇങ്ങനെ മഞ്ഞ കളറിൽ കാണാനായിട്ട്. ഇനി കാണിക്കുന്നത് ഞാൻ ഓഫീസിൽ പോകുമ്പോൾ ഉള്ള 2 സൈഡിലുള്ള ഗോതമ്പ് പാടങ്ങളാണ്. രാവിലെ ആയതുകൊണ്ട് നല്ല വെയിലായിരുന്നു, അപ്പോൾ ഞാൻ അധികം അങ്ങോട്ട് ക്ലിയർ ആയിട്ടില്ല. ഇപ്പോൾ ഇവിടെ നല്ല ചൂടാണ്, സമ്മറാണ്. അപ്പം ടെമ്പറേച്ചർ ഒരു 30 ഡിഗ്രി വരെ ഇവിടെ പോയി. ഇവിടെ നല്ല ചൂടാണ്. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ സൂര്യൻ വളരെ അടുത്ത് നിൽക്കുന്നതായിട്ട് തോന്നും. അപ്പോൾ അത്രയ്ക്ക് നല്ല ചൂടാണ്. ചില സമയങ്ങളിൽ 20 ഡിഗ്രിയൊക്കെയാണ് ഇപ്പോൾ ഉള്ളത്. എങ്കിൽ കൂടി സണ്ണി ഡേ ആണെങ്കിൽ നല്ല ചൂട് തന്നെയാണ്. പക്ഷേ ചില ദിവസങ്ങളിൽ നല്ല മൂടിക്കെട്ടി നിൽക്കും. അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങളിൽ കുറച്ച് തണുപ്പാണ്. അപ്പോൾ അങ്ങ് ദൂരെ കാണുന്നത് ഒരു പഴയ കാലത്തുള്ളൊരു വിൻമില്ല് പോലത്തെ ഒരു സംഭവമാണ്. അപ്പോൾ അത് കാണാനായിട്ട് നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ ഈ പാടങ്ങളുടെ നടുക്ക് ആയിട്ട് വീടൊക്കെ ഉണ്ട്. അപ്പോൾ അതും കാണാൻ നല്ല രസമാണ്. ഇതിപ്പോൾ ഞാൻ തിരിച്ചു വരുന്ന സമയത്തുള്ള കാഴ്ചകളാണ്. അപ്പോൾ ഇതുപോലെ ഗോതമ്പ് പോലെ തന്നെ റേപ്പ് സീഡ് ഓയിൽ എന്ന് പറഞ്ഞിട്ട് ഒരു പൂവുണ്ടായിരുന്നു. അത് നമ്മൾ സൺഫ്ലവർ പോലെ എണ്ണ എടുക്കുന്നൊരു പൂവാണ്. പിന്നെ ഇപ്പോൾ നമ്മൾ ഇടത്തെ സൈഡിലായിട്ട് കാണുന്നത് ഉരുളക്കിഴങ്ങാണ്. അപ്പോൾ ഉരുളക്കിഴങ്ങ് ബീട്രൂട്ടൊക്കെ കൃഷി ചെയ്യാറുണ്ട്. അത് നല്ല പച്ചയായിട്ടാണ് ഉള്ളത്. അങ്ങ് ദൂരെ ഒരു പള്ളിയും കാണാം. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ഓഫീസിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഉള്ള ഒരു സമയമാണ്. ബസ്സിലെങ്ങും അധികം ആൾക്കാരൊന്നും ഇല്ല. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ബസ്സിൻ്റെ ഉൾഭാഗം. 2 തട്ടുകളായിട്ടാണ്, ഒന്ന് താഴെ ഒന്ന് മുകളിലും. അപ്പോൾ കൺട്രി സൈഡ് കാണണമെന്ന് പറഞ്ഞിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അവരെല്ലാവരും കണ്ടാണെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഈ കാണിക്കുന്നത് നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഒരു പാർക്കും അതുപോലെ തന്നെ അതിൻ്റെ അടുത്തായിട്ടുള്ള ഒരു പള്ളിയുമാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് തന്നെ എല്ലാം ഇലകളും നല്ല പച്ചപ്പായിട്ടാണ് നിൽക്കുന്നത്. നല്ല തണലുള്ള മരങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ മരങ്ങളൊക്കെ ഇവർ വെച്ച് പിടിപ്പിക്കുന്നതാണ്. പുതിയതായിട്ട് മരങ്ങൾ വീണ്ടും വെച്ച് പിടിപ്പിക്കാറുണ്ട്. ഒരുപാട് പഴക്കം ചെന്ന മരങ്ങളുമുണ്ട്. അപ്പോൾ ഇതുപോലെ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ നല്ല തണുപ്പ് കിട്ടും. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇതുപോലെയൊക്കെ വെച്ച് പിടിപ്പിക്കണം. അപ്പോൾ ഇതൊക്കെ 2 സൈഡിലായിട്ട് ഒരുപാട് പഴക്കമുള്ള മരങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ നടക്കാനായിട്ട് നല്ല രസമാണ്. നല്ല ഫ്രഷ് ആയിട്ടുള്ള എയറും അതുപോലെ തന്നെ നല്ല തണുപ്പുമാണ്. അപ്പോൾ ഇനി കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് ഇലകളൊക്കെ മഞ്ഞിച്ച് പൊഴിയാനായിട്ട് തുടങ്ങും. അപ്പോൾ ഞാൻ വീണ്ടും വീഡിയോ ഇടാം. അപ്പോൾ നമുക്ക് വ്ളോഗിങ്ങിന് വേണ്ടിയിട്ട് നമ്മളൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു, ബിൻസി വ്ളോഗ്സ്. അപ്പോൾ അവിടെ എനിക്ക് വീഡിയോസ് ഇപ്പം അധികം ഇടാനായിട്ട് സമയം കിട്ടാറില്ല. അപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ വ്ളോഗ് ചെയ്യുമ്പോൾ ഞാനിവിടെയാണ് ഇപ്പോൾ ഇടാറ്. അപ്പോൾ ഇനി വ്ളോഗ്സിൽ എനിക്ക് ടൈം കിട്ടുമ്പോൾ നന്നായിട്ട് ഇട്ട് തുടങ്ങുന്നതാണ്. നമ്മൾ പറഞ്ഞ പള്ളിയാണിത്. അപ്പോൾ ഈ ഒരു പള്ളിയുടെ പേര് സെൻറ്റ് പോളി ചർച്ച് എന്നാണ്. നമ്മൾ റോഡിലൂടെ പോകുമ്പോൾ മിക്കവാറും പള്ളി കാണാറുണ്ട്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ നമ്മളിതുവരെ കയറി നോക്കിയിട്ടില്ല. ഞങ്ങളൊരു ശനിയാഴ്ചയായിരുന്നു ഇതുവഴി പോയത്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കി. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ആരും ഇല്ല. വളരെ ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷമായിരുന്നു. അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഇരിക്കാനായിട്ട് നല്ല രസമാണ്. ഇവിടെ ഒരുപാട് നല്ല ഭംഗിയുള്ള പള്ളികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനിയും കൂടുതൽ പള്ളികൾ ഞാൻ ഇടുന്നതായിരിക്കും. ഈ ഒരു പള്ളി വന്നിട്ട് 1800 ആണ് പണി കഴിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത് ഒരു ഗോൾഡനും സിൽവറും കൂടെ ഉള്ള ഷെയ്ഡിലാണ് ഇതിൻ്റെ റൂഫ് ചെയ്തിട്ടുള്ളത്.
അപ്പോൾ പുറമേ കാണുന്ന പോലെ തന്നെ അകവും നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നല്ലതായിട്ട് വെയിലടിക്കുമ്പോൾ ഈ പള്ളി നന്നായിട്ട് തിളങ്ങും. നമ്മൾ ഈ ഗോൾഡൻ കളറും സിൽവർ കളറും ഉള്ളതുകൊണ്ട്. ഇതിൻ്റെ മുന്നിലായിട്ട് കുറച്ച് പേര് വന്ന് ഇരിപ്പുണ്ട്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഒരാൾ പിയാനോ വായിക്കുന്നുണ്ടായിരുന്നു നമ്മൾ കയറി ചെന്നപ്പോൾ. ഇതുപോലെ കൂടുതൽ സ്ഥലങ്ങൾ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ വ്ളോഗ്സ് ചാനലൊന്ന് കണ്ടു നോക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ അവിടെ ഇതുപോലെ കുറച്ച് കാഴ്ചകളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കുക. പിന്നെ ഒരുപാട് മെസ്സേജസ് എനിക്ക് ഫേസ്ബുക്കിൽ വരാറുണ്ട്, ഇവിടേക്ക് വരുന്നവർ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട്. അപ്പോൾ അവർക്കെല്ലാം ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കമൻസിനൊന്നും റിപ്ലൈ കൊടുക്കാനായിട്ട് സമയം കിട്ടാറില്ല. മക്കൾക്കും എനിക്ക് നല്ല സുഖമില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവർക്കും പതിയെ റിപ്ലൈ തരുന്നതാണ്. എന്തായാലും ഇനി നമ്മൾ റെസിപ്പി വീഡിയോ ഇടുന്നതാണ്. അപ്പോൾ എല്ലാവരും മറക്കാതെ കാണുക. ചിലർക്കൊക്കെ നോട്ടിഫിക്കേഷൻ പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഒരുപാട് പേര് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ നിങ്ങളെപ്പോഴും ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾ എപ്പോഴും നോട്ടിഫിക്കേഷൻസ് കിട്ടുന്ന രീതിയിൽ വെക്കുക. നോട്ടിഫിക്കേഷൻ ഓൾ ആക്കി വെക്കുക. അപ്പോഴാണ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എപ്പോഴും കിട്ടുക. അപ്പോൾ അങ്ങനെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു ചെറിയ വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കാനും മറക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്